കെ.സിയും ആർ.സിയും വേണ്ട. മുസ്ലിം ലീഗിന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാൽ മതി. ഹൈക്കമാൻഡിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് ലീഗ് നേതാക്കൾ. മതമാണ് പ്രശ്നം. സമുദായത്തിനു വേണ്ടി അധികാരം പിടിക്കണമെന്ന് വാദിച്ച കെ.എം. ഷാജി ഉൾപ്പെട്ട കൂട്ടത്തിന് സതീശൻ മുഖ്യമന്ത്രി ആയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് അറിയാം. കെ.സിയും ആർ.സിയും SNDP NSS കൂട്ടരോടും ഹൈന്ദവ സംഘടനകളോടും അടുക്കും. ഇങ്ങനെ വല്ലാത്ത വേവലാതിയാണ് മുസ്ലിം ലീഗിന്. പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മുൾമുനയിൽ നിർത്തുകയാണ് ലീഗ് നേതൃത്വം. വി.ഡി. സതീശന് വേണ്ടി മുസ്ലിം ലീഗ് നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ അതിരുവിടുകയാണ്. അണികളുടെ വികാരം സതീശനൊപ്പമാണ് എന്ന് മനസ്സിലാക്കിയാണ് ലീഗ് നേതാക്കളും തങ്ങളുടെ ആശങ്കകൾ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. സാധാരണ നിലയിൽ ലീഗ് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കും. എന്നാൽ ലീഗ് അണികൾ സതീശന് വേണ്ടി മുറവിളി കൂട്ടുന്നതാണ് ലീഗ് നേതാക്കളും ഈ നിലപാട് സ്വീകരിക്കാൻ കാരണം. മാത്രമല്ല, കെ.എം. ഷാജിയെ പോലെയുള്ള നേതാക്കൾക്കും താല്പര്യം വി.ഡി. സതീശനോടാണ്. വയനാട്ടിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രിയങ്ക ഗാന്ധിക്ക് ഇനിയും അവിടെ രാഷ്ട്രീയ ഭാവിയുണ്ടെങ്കിൽ ലീഗിനെ പിണക്കാൻ കഴിയില്ല എന്ന തന്ത്രമാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ പയറ്റുന്നത്. പ്രിയങ്ക ഇതുവരെ സതീശൻ കെ.സി പോരിൽ പക്ഷം പിടിച്ചിരുന്നില്ലെങ്കിലും ലീഗ് നേതൃത്വം പ്രിയങ്കയെ നേരിട്ട് കണ്ട് സതീശന്റെ കാര്യം അവതരിപ്പിച്ചത് വഴിത്തിരിവായിരിക്കുകയാണ്. ഹൈക്കമാൻഡിൽ ലീഗിന്റെ ആവശ്യം പ്രിയങ്ക അവതരിപ്പിച്ചാൽ സതീശന്റെ സാധ്യതകൾ വർദ്ധിക്കും. വി.ഡി. സതീശൻ പൂർണ്ണമായും ഔട്ടാണെന്ന് കരുതിയിടത്ത് നിന്ന് ലീഗിന്റെ തന്ത്രപരമായ ഇടപെടൽ സതീശന് പുതിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും ഖാർഗെയും കെ.സി വേണുഗോപാലിനു വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കിയാണ് ലീഗ് പുതിയ പൂഴിക്കടകൻ പയറ്റുന്നത്. പ്രിയങ്ക ഇതുവരെ ഈ തർക്കത്തിൽ പരസ്യമായി ഇടപെട്ടിരുന്നില്ലെങ്കിലും ലീഗ് നേതൃത്വം പ്രിയങ്കയെ കണ്ട് സതീശന് വേണ്ടി വാദിച്ചതോടെയാണ് വഴിത്തിരിവായത്. ഹൈക്കമാൻഡിൽ ഇതോടെ വിള്ളൽ വീണിട്ടുണ്ട് എന്നാണ് ചില ചർച്ചകൾ. പ്രിയങ്കയുടെ ഇടപെടൽ ഉണ്ടായാൽ സതീശന്റെ സാധ്യതകൾ വീണ്ടും വർദ്ധിക്കും എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സതീശന്റെ സാധ്യത വെറും 1% ലീഗ് കുറച്ചുകൂടി ഒന്ന് പുഷ് ചെയ്തതോടെ അത് കുറച്ചുകൂടി വർദ്ധിച്ചിരുന്നു. ഇപ്പോഴും സസ്പെൻസ് ആണ്. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നുണ്ട് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന്. എന്നാൽ ഹൈക്കമാൻഡിൽ നിന്ന് അത്തരമൊരു സൂചനകളല്ല വരുന്നത്. ഇപ്പോഴും പോര് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെങ്കിലും UDFിലെ കരുത്തരായ ലീഗിന്റെ അഭിപ്രായം തള്ളിക്കളയാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. എന്നാൽ ലീഗ് പരസ്യമായി സതീശനെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിനുള്ളിൽ തിരിച്ചടിയാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. സതീശൻ മുഖ്യമന്ത്രിയായാൽ അത് ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന ചീത്തപ്പേരുണ്ടാകുമോ എന്ന ഭയം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഇത് സതീശന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്ന ചോദ്യം ഉയരാനും ഇടയാക്കിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് കെ.സി വേണുഗോപാലിനെ തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ കാണുന്നത് എന്നാണ് ഈ മണിക്കൂറുകളിൽ പോലും പുറത്തുവരുന്ന വിവരങ്ങൾ. 63 UDF MLA-മാരിൽ 47 പേരുടെ പിന്തുണ കെ.സി വേണുഗോപാലിനാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. KPCCയുടെ പൂർണ്ണ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ AK ആന്റണിയുടെ നിലപാട് നിർണായകമാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നും സതീശൻ ഇനിയും സമയമുണ്ടെന്നാണ് ആന്റണിയുടെ പക്ഷം. ഐക്യത്തോടെയുള്ള പ്രഖ്യാപനം വേണമെന്ന ആന്റണിയുടെ ആഹ്വാനത്തെ തുടർന്നാണ് മുതിർന്ന നേതാക്കളായ മുരളീധരൻ, സുധീരൻ, മുല്ലപ്പള്ളി തുടങ്ങിയവരെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രി നിർണയത്തിൽ ഘടകകക്ഷികൾക്ക് പങ്കില്ല എന്ന് മുതിർന്ന നേതാവ് MM ഹസൻ ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. വെറുതെ ഓരോ ഡയലോഗ് അടിക്കുക എന്നല്ലാതെ ഹസൻ ഈ പറഞ്ഞതിലൊന്നും ഒരു വാസ്തവവുമില്ല എന്ന് കേൾക്കുന്നവർക്ക് കൃത്യമായി അറിയാം. MM ഹസൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ തീരുമാനവും ഹൈക്കമാൻഡ് എടുക്കും. മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയെന്ന് മാത്രമാണെന്ന് ഹസൻ പറഞ്ഞു. അങ്ങനെ ഘടകകക്ഷികളുടെ അഭിപ്രായം മാത്രമാണ് തേടിയതെങ്കിൽ എങ്ങനെയാണ് ലീഗ് ഇത്ര ശക്തമായി സതീശന് വേണ്ടി വാദിക്കുന്നത്? ഹൈക്കമാൻഡിനെ പോലും ലീഗ് മുൾമുനയിൽ നിർത്തുന്നത് എങ്ങനെയാണ്? ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിച്ചാൽ പറയാമെന്നും അവരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെന്നും MM ഹസൻ പറയുന്നു. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ മുസ്ലിം ലീഗിനടക്കം കടുത്ത അതൃപ്തി ഉണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിച്ചപ്പോഴായിരുന്നു MM ഹസൻ ഹൈക്കമാൻഡിന് ഇപ്പോഴും എല്ലാവരെയും വിളിക്കാം, എപ്പോഴും അവർക്ക് ഏത് നേതാക്കളുമായും സംസാരിക്കാം. അതിൻ്റെ ഭാഗമായി മുൻ പ്രസിഡന്റുമാരായ ഞങ്ങളെ വിളിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനവിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരാഴ്ചയ്ക്കുള്ളിലാണ് കോൺഗ്രസ് ലീഡർ ആരാണെന്നും മുഖ്യമന്ത്രി ആരാണെന്നും തീരുമാനിക്കുന്നത്. അധികം സമയം വൈകിയിട്ടില്ല. ഇനി ഒട്ടും വൈകാൻ പാടില്ല.
മത്സരിക്കാത്ത ആളുടെ പേര് ഇതിനു മുൻപും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ഹസൻ ഇതൊക്കെ കോൺഗ്രസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണെന്നും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് പ്രധാനമെന്നും പറഞ്ഞു. എം ഹസനും നേതാക്കളും എല്ലാവരും ഹൈക്കമാൻഡാണ് അവസാന തീരുമാനം എന്ന് പറയുന്നു. പക്ഷെ ആരാണ് ഈ ഹൈക്കമാൻഡ്? പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ആണല്ലോ നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് KC വേണുഗോപാൽ. അങ്ങനെ നോക്കുമ്പോൾ ഹൈക്കമാൻഡിൽ തീരുമാനമെടുക്കുമ്പോൾ അത് KC വേണുഗോപാലിൻ്റെ കൂടി തീരുമാനമാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. പിന്നെ ഇതിനു മുൻപ് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ സമയമെടുത്തിട്ടുണ്ട് എന്ന് എം ഹസൻ ഉൾപ്പെടെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു ചേരി തിരിഞ്ഞുള്ള അടി കേരളം കണ്ടിട്ടില്ല. KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രവർത്തകർ തെരുവിലേക്കിറങ്ങി യുദ്ധമാണ് നടത്തിയത്. നേതാക്കളെ പരസ്പരം ചീത്ത വിളിച്ചുകൊണ്ട് ഫ്ലെക്സുകൾ വലിച്ചു കീറിക്കൊണ്ട്, ഉമ്മൻചാണ്ടിയുടെ വരെ ഫ്ലെക്സുകൾ വലിച്ചു കീറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. ഇതിനു മുൻപ് ഏത് കാലത്താണ് ഇങ്ങനെ ഒരു കൂട്ടയടി, തെരുവ് ഗുണ്ടായിസം കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്? അതുകൊണ്ട് വെള്ള പൂശാൻ വരരുത്.